മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ദിവസവും രാത്രിയിൽ ഒരുപാട് നേരം നിസ്കരിക്കാറുണ്ടായിരുന്നു. മാത്രമല്ല ഓരോ റക്അത്തിലും വലിയ സൂറത്തുകളാണ് ഓതാറുള്ളത്. ഇതു കാരണം മുത്തുനബിയുടെ കാല് നീര് കൊണ്ട് വീർത്തുമുട്ടാറുണ്ടായിരുന്നു. ഒരിക്കൽ അവിടുത്തെ പത്നി ആയിഷ ബി മുത്തുനബിയോട് ചോദിച്ചു, അങ്ങ് എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത്? അങ്ങയുടെ എല്ലാ പാപങ്ങളും അല്ലാഹു തആല പുറത്തു തന്നതല്ലേ? ആ സമയം മുത്തുനബി ആയിഷ ബിയോട് ചോദിച്ചു, അഫല അകൂന അബ്ദൻ ശക്കൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടയോ? ആരാണ് ഈ പറയുന്നത് എന്നറിയോ? മുശ്രിക്കീങ്ങളിൽ നിന്ന് എല്ലാ നിലക്കുമുള്ള പ്രയാസങ്ങളും പീഡനങ്ങളും ഏറ്റുവാങ്ങിയ പ്രവാചകൻ. ഏതുവരെ? മുശ്രിക്കീങ്ങളുടെ ഉപരോധം കാരണം 3 വർഷക്കാലം ഷുഐബ് അബി ത്വാലിബ് എന്ന മലഞ്ചെരുവിൽ ഇലകളും പുല്ലുകളും വരെ ഭക്ഷിച്ച് ജീവിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം നാടും വീടും എല്ലാം ഇട്ടെറിഞ്ഞ് മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്യേണ്ടി വന്ന പ്രവാചകൻ. എല്ലാം ദീനിനു വേണ്ടിയായിരുന്നു. ആ മുത്തുനബിയുടെ അനുയായികളായ നാം എപ്പോഴെങ്കിലും ഒരു നന്ദിയുള്ള അടിമയാകാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ?